Hello guys, welcome back to Peak Time Learners. LBS MC Entrance Examination 2024 റിസൾട്ടൊക്കെ വന്ന് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വന്നിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോളേജ് കിട്ടിയിട്ടുള്ളവർ അതിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് പേ ചെയ്യണം. അതിൽ തന്നെ നമ്മളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജ്, പിന്നെ അതിന് അടയ്ക്കാനുള്ള ഫീസ്, ദെൻ ഫീ പേ ചെയ്യേണ്ട മെത്തേഡ് ക്ലിക്ക് ഹിയർ ടു പേ എന്നുണ്ട്. നമുക്ക് ഓൺലൈനായി മാത്രമേ ഫീ പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു പേ കൊടുത്തിട്ട് അവർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പേ ചെയ്താൽ മതി. ആൻഡ് ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് August 2 ആണ്. 11:59 PM വരെ ടൈമുണ്ട്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ നമ്മൾ ഫീ പേ ചെയ്യണം. ഈ ഫീ പേ ചെയ്തില്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് പോവും. ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഫർദർ അലോട്ട്മെൻറ്റ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കോളേജ് ഒന്നും കിട്ടാത്തവർക്ക് ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് കൺഫേം ചെയ്തിട്ട് നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ കോളേജ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ളവർക്ക് നോ അതർ വേ നമ്മൾ ഫീ പേ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ വേറെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫീ പേ ചെയ്യണം. ആൻഡ് August 3 to 5 വരെ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ബിഫോർ 2 August നമ്മൾ ഫീ മാത്രം പേ ചെയ്താൽ മതി. 3 to 5 വരെയുള്ള ടൈമിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫീ പേ ചെയ്തില്ലെങ്കിൽ ഈ അലോട്ട്മെൻറ്റും പോവും. അപ്പോൾ ബിഫോർ സെക്കൻഡ് അതിൽ പറഞ്ഞിട്ടുള്ള ഫീ മാത്രം പേ ചെയ്താൽ മതി. റീഅറേഞ്ചിങ് എല്ലാം August 3 to 5 വരെയാണ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് 3 to 5 വരെയാണ് ഓപ്ഷൻ ഓപ്പൺ ആവുന്നത്. അപ്പോൾ റീഅറേഞ്ചിങ് എല്ലാം ചെയ്താൽ മതി. ഇപ്പോൾ ഫീ മാത്രം പേ ചെയ്യണം. പിന്നെ ഇതിന് കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ PDF-ൽ കസ്റ്റമർ സർവീസിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരു കോളേജും കിട്ടാത്തവർക്ക് ഫീ പേ ചെയ്യേണ്ട. അത് ഞാൻ കൺഫേം ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ഒന്നും എടുക്കണ്ട. ജസ്റ്റ് പേ ചെയ്താൽ മാത്രം മതി. ആൻഡ് അഡ്മിഷനെല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടും വന്ന് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവർ അഡ്മിഷൻ്റെ ഡേറ്റ് ഒക്കെ പറയും. ഡേറ്റ്, അഡ്മിഷൻ മെമ്മോ എല്ലാം കിട്ടും. അപ്പോഴാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പേ മാത്രം ചെയ്താൽ മതി. താങ്ക്